ഒരു വലിയ പ്രതീക്ഷയായിരുന്നു ആരാണ് പ്രതി എന്നുള്ളത്. ഒരു സിനിമാ ക്ലൈമാക്സ് പോലെ ദിലീപ് പ്രതിയായിരിക്കുന്നു. എന്താണ് ഈ സമയത്ത് ബാബുരാജ് എന്ന വ്യക്തിക്ക് പ്രതികരിക്കാനുള്ളത്? വളരെ ദുഃഖകരമായി പോയി എന്നുള്ളതാണ്. കാരണം ഇതിനെക്കുറിച്ച് പല ഊഹാപോഹങ്ങളുണ്ടായിരുന്നെങ്കിലും അദ്ദേഹം എൻ്റെ നാട്ടുകാരൻ കൂടിയാണ്. അത് വളരെ വിഷമം തോന്നുന്നു. പക്ഷേ അത് ഇനി അതിൻ്റെ വരുംവരായികളൊക്കെ അതിൻ്റെ പുറകിൽ പറയുമെങ്കിൽ, പക്ഷേ എന്നെ ഈ ഘട്ടത്തിൽ എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോഴും അമ്മ സംഘടനയുടെ തലപ്പത്തുള്ള ഒരു നിശബ്ദത പാലിക്കുകയാണ്. ഈ നിശബ്ദത ശരിയല്ല. എനിക്ക് പറയാനുള്ളതാണ്. കാരണം ഒരു സംഘടന പിരിച്ചുവിടണം എന്നൊക്കെ ആൾക്കാർ പറയുന്നു. പക്ഷെ അതൊന്നുമല്ല എൻ്റെ ശരി. എത്രയും പെട്ടെന്ന് ഒരു ജനറൽ ബോഡി വിളിച്ചു കൂട്ടേണ്ടതാണ്. കാരണം ഈ സംഘടന, ഇതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഈ കേരളത്തിലെ ജനങ്ങളെ എല്ലാവരെയും കബളിപ്പിച്ചിരിക്കുകയാണ്. അന്നത്തെ ആ ആക്രോശത്തിലൂടെയും വന്നവരുടെ മറുപടിയിൽ ഈ അടുത്തിടയ്ക്കാണ് ഇന്നസെൻ്റ് ഏട്ടൻ വളരെ ലാഘവത്തോട് പറഞ്ഞ പല കാര്യങ്ങളും, അദ്ദേഹം ഒരു MP ആണ് എന്നുള്ളത് കൂടി ഓർക്കേണ്ട കാര്യങ്ങളാണ്. ഇതെല്ലാം വിടുന്നു. പക്ഷെ സംഘടന എന്തായാലും ഒന്ന് ക്രമീകരിക്കേണ്ട ആവശ്യമുണ്ട്. ക്രമീകരിക്കണം എന്ന് ഉദ്ദേശിക്കുന്ന താങ്കൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിടണം, അല്ലെങ്കിൽ അമ്മ സംഘടന, ഏത് ഇതിലാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? അല്ല, അതായത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് ഇനി നിലനിൽക്കാൻ പറ്റില്ലല്ലോ. കാരണം ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അംഗങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് അവർ നിലനിൽക്കാൻ പാടില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇനി ഇന്നസെൻ്റ് ചേട്ടൻ ഇതിൽ തൂങ്ങിക്കിടക്കരുത്. അദ്ദേഹം ഓരോ പ്രാവശ്യവും ഞാൻ മാറുന്നില്ല തൂങ്ങിക്കിടക്കരുത്. അദ്ദേഹം തന്നെ മറ്റൊരാളെ ഇത് ഏൽപ്പിക്കുക, എന്നിട്ടൊരു ജനറൽ ബോഡി വിളിക്കുക, ജനറൽ ബോഡി തീരുമാനിക്കട്ടെ. എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒന്നടങ്കം രാജിവെക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മറ്റേ ആളുകളില്ലാണ്ടല്ല. ഇപ്പം ഞാൻ തന്നെ പറയും, ഇപ്പം ജയറാമേട്ടനുണ്ട്, സുരേഷ് ഗോപിയുണ്ട്, പൃഥ്വിരാജ് ഉണ്ട്, ജയസൂര്യയുണ്ട്, ചാക്കോച്ചനുണ്ട്, മഞ്ജു വാര്യറുണ്ട്. ഇവർക്കെല്ലാം വരാമല്ലോ. ഇവരെല്ലാം കൂടിയിട്ട് താൽക്കാലികമായിട്ടൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ഇതിങ്ങനെ നാദനില്ലാ കളരി പോലെ ആവരുത്. ഇതാണ് എനിക്ക് പറയാനുള്ള ഘട്ടത്തിൽ. അല്ല, തീർച്ചയായിട്ടും ഞാനത് ആദ്യമേ പറഞ്ഞ കാര്യങ്ങളാണല്ലോ. ഇനിയെങ്കിലും ജനാധിപത്യ രീതിയിലുള്ള അംഗങ്ങളുടെ പ്രശ്നം യഥാർത്ഥത്തിൽ മനസ്സിലാവാൻ പറ്റുന്ന ഒരു കമ്മിറ്റിയാണ് വേണ്ടത്. അല്ലാതെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ കണ്ണിൽ പൊടിയിട്ട് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്, നേരത്തെ ഇവർക്ക് അറിയാമായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതെല്ലാം തെറ്റല്ലേ? അപ്പോൾ അത് വിട്ടിട്ട് ഒരാളെ എങ്ങനെ കുളം തോണ്ടണം എന്നുള്ളത് മാറ്റിയിട്ട് ഒരാളെ എങ്ങനെ രക്ഷിക്കാം, അല്ലെങ്കിൽ ഒരു അംഗത്തിനെ നമുക്ക് എന്തെല്ലാം മാനസികമായിട്ട് സപ്പോർട്ട് ചെയ്യാം, എന്തൊക്കെയാണ് ഇപ്പോൾ നമുക്ക് അങ്ങനെയുള്ളൊരു കമ്മിറ്റിയാണ് വേണ്ടത്. അങ്ങനെയുള്ളൊരു കമ്മിറ്റിക്ക് നിലനിൽപ്പുള്ളൂ. ഈ ദിലീപിനെ അറസ്റ്റോടുകൂടി പ്രതിയായിട്ട് തന്നെയാണ് അറസ്റ്റ് ചെയ്തത്. ഇത്രയും വലിയ ക്രൂരനായിരുന്നു എന്ന് താങ്കൾ ഇതിനു മുമ്പ് പ്രതീക്ഷിച്ചിരുന്നു? ഞാൻ ഈ ശവത്തിൽ കുത്താൻ ആഗ്രഹിക്കുന്നില്ല, സത്യം പറഞ്ഞാൽ. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം അതെല്ലാം ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടൊന്നുമില്ല. എൻ്റെ ഈ ഘട്ടത്തിൽ ഞാൻ പറയുന്നത് എനിക്ക് ഒറ്റ കാര്യമുള്ളൂ. കാരണം സംഘടന, കാരണം അതിന് കണ്ടമാനം കഷ്ടപ്പെട്ട ആളുകളുണ്ട്, അതിൽ കൊണ്ട് ജീവിക്കുന്ന കുറേ ആളുകളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ സംഘടനയിലുള്ള അംഗങ്ങളെല്ലാം പാവങ്ങളെ എന്നുള്ളത് പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് അതിനൊരു നാഥനില്ലാത്ത രീതിയിൽ ഇനിയും അതിൽ കടിച്ചു തൂങ്ങി ഞാൻ തുറന്നു പറയുകയാണ്, ഇന്നസെൻ്റ് ഏട്ടൻ ദയവ് ചെയ്ത് ഇതിന് മറ്റൊരാളെ അദ്ദേഹം തന്നെ താൽക്കാലികമായിട്ട് നിർത്തിയിട്ട്, ഞാൻ അതാണ് പറയുന്നത്. എന്തുകൊണ്ട് ചോദിച്ച ആളാണ് ജയറാമേട്ടനല്ലാന്ന് ചോദിച്ചാണ്. സുരേഷ് ഏട്ടൻ വർഷങ്ങളായിട്ട് വരുന്നില്ല. സുരേഷ് ഗോപി ചോദിച്ചാൽ മനുഷ്യത്വമുള്ള കുറച്ച് ആളുകളെ ഇതിലത് കൊണ്ടുവന്നിട്ട് ഇത് പുനഃസംഘടിപ്പിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇരയ്ക്ക് നീതി ലഭിച്ചു എന്ന് ഇപ്പോൾ ഒരു കാര്യം സമാധാനിക്കാം, ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു എന്ന്. പക്ഷേ ഇപ്പോഴും നമ്മൾ കാണുന്നത് ഇപ്പോൾ ഗൂഢാലോചന മാത്രമേ വരുന്നുള്ളൂ. ഇതിനൊരു മോട്ടീവ് ഉണ്ടല്ലോ, പ്രേരണയുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം ഇനി വരാനുള്ള കാര്യങ്ങളുള്ളൂ. അതെന്തുമാകട്ടെ, എങ്കിൽ ഇനി ഈ നാട്ടിൽ ഒരു സ്ത്രീക്കും ഇങ്ങനൊരു ഒരു ചതി പറ്റരുത്. അത് ഇതിലൂടെ ഒരു പാഠമായിരിക്കണം. തീർച്ചയായിട്ടും. ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ, കാരണം ഇവർ അതിനുശേഷം വളരെ ഓരോ കാര്യങ്ങൾ ജയിലിൽ പോലും അവർ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതൊരു നല്ല രീതിയിലുള്ളൊരു അന്വേഷണത്തിൻ്റെ ഭാഗമാണ്. തീർച്ചയായിട്ടും നമ്മളത് അഭിനന്ദിക്കണം പോലീസിനെ.